أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا. ഏറെ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാന ഭാഗത്തെത്തുമ്പോൾ അള്ളാഹു മനോഹരമായ ഒരു വർത്തമാനം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിൻ ഫാക്കിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗത്തിൽ കുടുംബം അനുഭവിക്കുന്ന ഏറെ മനോഹരമായ ഒരനുഭൂതിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല. നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ 1-2 ദിവസം യാത്ര പോകുന്നത് സങ്കല്പിച്ചു നോക്കുക. മനോഹരമായ റിസോർട്ട് എടുത്ത് അവിടെ കളിയും ചിരിയും വർത്തമാനങ്ങളും ഒക്കെയായി ഒരു വലിയ മാനസിക ഉല്ലാസം, മനസ്സിന്റെ എല്ലാ സമ്മർദ്ദങ്ങളും മാറ്റിവെച്ച് എല്ലാവരും ഒന്നിച്ച് വർത്തമാനം പറഞ്ഞ് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെയുള്ള സന്തോഷകരമായ അനുഭവങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് കുളിര് തോന്നും, സന്തോഷം തോന്നും. ചില കുടുംബങ്ങളൊക്കെ അങ്ങനെ വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലോ ഒക്കെ യാത്ര പോവുകയും ചെയ്യാറുണ്ടാവാം. അള്ളാഹു പറയുന്നത് സ്വർഗത്തിലെ മനോഹരമായ ശാശ്വതമായ ഈ സുഖാനുഭൂതിയെ കുറിച്ചാണ്. ഇസ്ലാമിക പ്രസ്ഥാനം ഇന്ന് ഡിസംബർ 1 മുതൽ തണലാണ് കുടുംബം എന്ന വിഷയത്തിൽ ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. മികാത്തി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒരു ക്യാമ്പയിൻ അങ്ങ് നടത്തി കളയുക എന്നതല്ല, കൃത്യമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിനുണ്ട്. തണലാണ് കുടുംബം, തണലാവണം കുടുംബം എന്ന് പറയുമ്പോ എന്താണ് ഈ തണൽ എന്ന് നമുക്കൊക്കെ അറിയാം. അതൊന്നുകൂടി മനസ്സിലാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി വ്യക്തമാകും. നാളെ മഹ്ശറ ലോകത്ത് മനുഷ്യനൊക്കെ വിചാരണ ചെയ്യുന്ന സമയം ഓരോ മനുഷ്യരും തന്റെ അവസ്ഥ എന്താവുമെന്ന ചിന്തയിൽ വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാം, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലഹു. 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ തണൽ ലഭിക്കും. ഞാനത് വിശദീകരിക്കുന്നില്ല. അതിൽ ഒന്നാമത്തേത് നീതിമാനായ ഭരണാധികാരിയാണ്. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വളർന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരി, ഷാബുൻ നശാ ഫീ ഇബാദത്തില്ലാ. മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി മനസ്സ് ഇണക്കപ്പെട്ടവർ. 2 വ്യക്തികൾ, അവർ പരസ്പരം സ്നേഹിക്കുന്നു, പരസ്പരം പ്രവർത്തിക്കുന്നു, പിരിയുന്നത് പോലും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലാണ്. അഞ്ചാമത്തേത് സുന്ദരിയായ ഒരു പെണ്ണ് ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിൽ ഒരാളെ തിന്മയിലേക്ക് ക്ഷണിക്കുമ്പോ, വ്യഭിചാരത്തിന് ക്ഷണിക്കുമ്പോ, ഞാനില്ല, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, എനിക്ക് നരകത്തെ ഭയമാണ്, അള്ളാഹു കാണുന്നതിനെ ഞാൻ അത്രമേൽ ഭയപ്പെടുന്നുണ്ട്, ഇത് പറഞ്ഞ തെറ്റിൽ നിന്ന് പിന്തിരിയുന്ന മനുഷ്യൻ. വെറുതെ ഇരിക്കുമ്പോ അള്ളാഹുവിനെ ഓർക്കുക, ദക്കറല്ലാഹു ഖാലിയൻ. വെറുതെ ഇരിക്കുമ്പോ ഓർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിറഞ്ഞു നിൽക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളെ കുറിച്ച്, പടച്ചവൻ തന്ന നിയമത്തുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോ കണ്ണ് നിറഞ്ഞു പോകുന്ന മനുഷ്യൻ. ദക്കറല്ലാഹു ഖാലിയൻ ഫഫാളത ഐനാഹു. 7ാമത്തെ വിഭാഗം രഹസ്യമായി ദാനം ചെയ്യുക. കയ്യിൽ പണമുണ്ട്, അത് കുറച്ചാവട്ടെ കൂടുതലാവട്ടെ ആരും അറിയാതെ തന്നേക്കാൾ പ്രയാസപ്പെടുന്ന മറ്റൊരാളെ സഹായിക്കുന്ന മനുഷ്യൻ. ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയാത്ത, വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ രഹസ്യമായി ദാനം ചെയ്യുന്ന മനുഷ്യൻ. ഈ സ്വഭാവ ഗുണങ്ങളുള്ള മനുഷ്യർക്ക് നാളെ മഹ്ശറയിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ തണൽ ലഭിക്കും. മറ്റുള്ളവരൊക്കെ വേർപ്പിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുമ്പോ
കടുത്ത ചൂടിൽ അങ്ങേയറ്റം പ്രയാസപ്പെടുമ്പോൾ അള്ളാഹു പ്രത്യേകമായൊരു പ്ലാറ്റ്ഫോം, പ്രത്യേകമായ റിസോർട്ട്, സംവിധാനങ്ങൾ ഇത്തരം സ്വഭാവ ഗുണങ്ങളുള്ള ആളുകൾക്ക് ഒരുക്കി വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞത് സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലഹു എന്നാണ്. അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത ഒരു സാഹചര്യം മഹ്ശറ ലോകം എന്ന് പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ തണൽ എന്ന് പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. നമ്മുടെ കുടുംബം നമുക്ക് തണലാവണം. നമ്മൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, കുടുംബത്തിലെ ആളുകൾ കൂടുമ്പോ ഇമ്പമുണ്ടാവണം എന്ന് പറയാറുണ്ട്. ചെറിയ ചെറിയ വിഷയത്തിൽ പരസ്പരം കലഹിക്കുകയും പിണങ്ങുകയും ചെയ്യുകയല്ല, പരസ്പരം താങ്ങും തണലുമായി മാറണം കുടുംബാംഗങ്ങൾ തമ്മിൽ. നാളെ ഇഹലോകത്ത് മാത്രമല്ല, നാളെ പരലോകത്ത് ഇവിടെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ, ഒരു കല്യാണം വരുമ്പോ, രോഗം വരുമ്പോ പരസ്പരം സഹായിക്കുന്നു, പൈസ തരുന്നു എന്നതല്ല തണലാവുക എന്ന് പറയുന്നത്. ഇരു ലോകത്തും നമുക്ക് താങ്ങും തണലുമായി നമ്മുടെ കുടുംബം മാറുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തെ മാറ്റിയെടുക്കുവാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട്. അതിന് കുറുക്കു വഴികളൊന്നുമില്ല, കുറെ പൈസ കൊടുത്താൽ കിട്ടൂല. നമ്മള് അള്ളാഹുവിന്റെ ദീനും അള്ളാഹുവിന്റെ വചനങ്ങൾ, പ്രവാചക അധ്യാപനങ്ങൾ പഠിക്കുക എന്നത് തന്നെ. കുട്ടികളെ സ്നേഹിക്കുക. നമുക്ക് നമ്മളോട് ഒരാള് ദേഷ്യപ്പെട്ടാലും നമ്മൾ ഒരിക്കലും അത് മറക്കാറില്ല. എന്നാലും അവൻ അത്രത്തോളം ദേഷ്യപ്പെടേണ്ടിയിരുന്നില്ല, അവൾ അത്രത്തോളം കുത്തി പറയേണ്ട അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി പറയേണ്ടിയിരുന്നില്ല. ഇതൊക്കെ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ഫീലാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഒരു ലെവലുമില്ലാതെ നമ്മൾ നൽകുന്നത് കുറ്റപ്പെടുത്തലുകൾ മാത്രമായി പോകുന്നുണ്ടോ, വഴക്കുകൾ മാത്രമായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അൽസിമു ഔലാദക്കും വഹ്സിനു അദബക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണം, അവരെ സ്നേഹിക്കണം, അവർക്ക് നല്ല മര്യാദകൾ പഠിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നന്മയുടെ സത്യത്തിന്റെ വഴികളൊക്കെ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ മാതാപിതാക്കളിൽ നിന്നാണ് നമ്മുടെ മക്കൾ. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ പഠനങ്ങൾ, അവരുടെ കൂട്ടുകെട്ടുകൾ ഇതൊക്കെ വളരെ സ്നേഹത്തോടു കൂടി ചോദിച്ചറിയുകയും അതുപോലെ തന്നെ പരസ്പരം തുറന്നു പറയുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ. മക്കളോട് പറയേണ്ട കാര്യം, ദുനിയാവിലെ നഷ്ടങ്ങളല്ല ഏറ്റവും വലിയ നഷ്ടം, പരലോകത്ത് നഷ്ടം സംഭവിക്കലാണ്. നമ്മുടെ ജീവിതം ശാശ്വതമായ പരലോക ജീവിതമാണ്. ആരാണ് വിജയിച്ചത് എന്ന് ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ക. സൂറത്തുൽ അഅലയിൽ പലപ്പോഴും നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. മനസ്സിനെ സംസ്കരിച്ചവനാണ് വിജയിച്ചത്, അള്ളാഹുവിനെ ഓർക്കുകയും നമസ്കരിക്കുകയും ചെയ്തവൻ. എന്നാൽ അധിക ആളുകളും ദുന്യാവിനാണ് മുൻഗണന കൊടുക്കുന്നത്. എന്നാൽ ശാശ്വതമായത് പരലോക വിജയമാണ് എന്ന് അള്ളാഹു അവിടെ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്പം സൗന്ദര്യം കുറഞ്ഞു പോയതിന്റെ പേരിൽ, അതല്ലെങ്കിൽ വീടിന്റെ സൗകര്യം അല്പം മറ്റുള്ളവരെക്കാൾ കുറഞ്ഞു പോയി, അല്ലെങ്കിൽ വാഹനങ്ങൾ, മൊബൈല്, ഇങ്ങനെയൊക്കെയുള്ള വിഷയത്തില് അതൊരു വലിയ നഷ്ടമായിട്ട് ഫീലായിട്ട് അനുഭവിക്കുന്ന നമുക്കും നമ്മുടെ മക്കളോടും അതല്ല, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിജയികളായി മാറുന്നത്. അള്ളാഹ് നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എന്താണോ തന്നത് അതിൽ നമുക്ക് തൃപ്തിപ്പെട്ട് ജീവിക്കാം എന്ന് വളരെ സ്നേഹത്തോടെ ഇണയെ പഠിപ്പിക്കാൻ, ഭർത്താവിനെ പഠിപ്പിക്കാൻ, മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ, മക്കളോട് സ്നേഹത്തോടെ ഉപദേശിക്കാനൊക്കെ നമുക്ക് കഴിയുകയും അത് സ്വയം ഉൾക്കൊള്ളുന്ന അർത്ഥത്തിലേക്ക് ഓരോ കുടുംബാംഗങ്ങളും മാറുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുടുംബം നമുക്ക് തണലായിട്ട് മാറും. ആ ഒരു അർത്ഥത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. കേവലം കുറെ പ്രസംഗങ്ങൾ നടത്തിയത് കൊണ്ടോ പ്രഭാഷണങ്ങൾ കേട്ടത് കൊണ്ടോ ഒന്നുമായില്ല. നമ്മൾ ഓരോരുത്തരും സ്വയം തീരുമാനിക്കലാണ്. വരുത്തേണ്ടുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ഒന്നിച്ച് കൂടിയിരുന്ന് ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിൽ കുറേയേറെ നന്മകൾ ഉണ്ടാകും. ആ നന്മകൾ നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കുക. നമസ്കാരം, ഖുർആൻ പഠനം, ഖുർആൻ പാരായണം, ഹദീസുകളുടെ വായന, മൊബൈൽ ഫോണുകൾ, അതുപോലെ തന്നെ നന്മയുടെ മാർഗത്തിലുള്ള അതിന്റെ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സ്നേഹത്തോടെ പരസ്പരം പറയുന്ന കാര്യങ്ങൾ പരസ്പരം ഉൾക്കൊള്ളുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബം നമുക്ക് തണലായി മാറട്ടെ. നാളെ പരലോകത്ത് സന്തോഷത്തോടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ പടച്ച റബ്ബ് നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.